ഹലോ ഗൈസ്, എല്ലാവർക്കും കാണുന്ന ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ ഒരു FF മാക്സിൻ്റെ ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു CS റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക, ബിക്കോസ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോകാം. നമ്മളാണ് ഈ ഫസ്റ്റ് റൗണ്ട് തന്നെ M500 എടുത്തിട്ട് നേരെ വേണ്ടി ഇപ്പോഴേ വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് പോലും അറിയത്തില്ല. സാധാരണ ഇവിടെ കൂടെ എനിമീസൊക്കെ വരാറുള്ളതാണല്ലോ, അതുകൊണ്ട് ഒരു IQ മൂവ്മെൻ്റ് ആയിരുന്നു. ബട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ചമ്മി പോയി തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് നൈസായിട്ട് ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ടീമേറ്റ്സൊക്കെ അവിടെ പുരിഞ്ഞടി എൻ്റെ ഇടയിൽ കൂടെ അവൻ നോക്കുമായി. എനിക്കാണെങ്കിൽ ഇജാതി ഡാമേജ്. അയ്യോ, ഞാൻ മുക്കവും കൊണ്ടിട്ട് ഓടാമെന്ന് വിചാരിച്ചപ്പോൾ ഈ നേരത്തെ ആ ബുദ്ധി തോന്നിയില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നൈസായിട്ട് ഒരു ട്രിപ്പായിരുന്നു. ആൻഡ് ഇവിടെ നോക്കുന്നുണ്ടായിരുന്നാണെങ്കിൽ അവിടെ ഒരു ആരോ കാണിച്ചാലും ഞാൻ പോയതാണ്. ഇവിടെ ഒരു ഓറിയോൺ കീഴാൻ വൺ ടാപ്പ് കിടിലനടി. അങ്ങനെ അവനെ ഞാൻ സുഖമായിട്ടൊരു നോക്കിയിട്ടുണ്ട്. വേറെ ലെവൽ വൺ ടാപ്പ് വരുന്നുണ്ട് ഊങ്കോങ്ങിട്ടർ. ഇത്തവണ ഊങ്കോങ്ങിന് ബുദ്ധി തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ഊങ്കോങ്ങിട്ടർ നൈസായിട്ട് ഞാൻ ആ ഒരു ടീമേറ്റിനെ പൊക്കിയും വിട്ടു. അതുപോലെ തന്നെ അവനെൻ്റെ ഗില്ലും കംപ്ലീറ്റ് ചെയ്തിരുന്നു. വളരെ സന്തോഷം. ആൻഡ് ഇവിടെ ഞാൻ ഇങ്ങനെ കിടന്ന് കറങ്ങിയാണ് പെട്ടെന്ന് എൻ്റെ മുക്കൊങ്ങും പോയി. ഞാനാണെങ്കിൽ കണ്ടുമില്ല. അത് കാരണമാണ് ഞാൻ പിന്നെ ഒരു നൂബാക്കൊക്കെ അടിച്ചത്. അതിൻ്റെ ഇടയ്ക്കോടെ ആണെങ്കിൽ വൃത്തികെട്ട ഗൈസ് നെറ്റ് ഇഷ്യൂ ആണ്, വേറെ ഒന്നുമില്ല. ലാഗൊന്നും ഇല്ല ഗൈസ്. കാരണം ഞാൻ നല്ല രീതിക്ക് തന്നെ ഗ്രാഫിക്സ് കുറച്ചിട്ടാണ്. ഞാൻ സ്റ്റാൻഡേർഡിൽ ഇട്ടാറില്ലാന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഇതെങ്കിലും ഇത്ര ഇതായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഡ്രസ്സ് വരുന്ന വരെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ നോക്കണ്ടെങ്കിലാണെങ്കിൽ എനിക്ക് മുകളിൽ നിന്ന് അത്യാവശ്യം ഡാമേജ് കിട്ടിയൊക്കെ. അത്യാവശ്യം എന്ന് പറയാനൊന്നുമില്ല. അവിടെ താഴത്തോട്ട് അടി ഒറ്റ അടി 255 കീട്ടിലെ പോലത്തെ മറ്റൊരു വൺ ടാപ്പിൽ രണ്ടാമത്തെ ലോക്കും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത റൗണ്ടിലാണെങ്കിൽ നമ്മൾ നൈസായിട്ട് അവർ UMP ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ എന്തോ ബഗ് അടിച്ചു ഗൈസ്, ബിക്കോസ് എൻ്റെ കോയിൻ 100 നിങ്ങൾ ആദ്യം കണ്ടോളൂ. അതാണ് ഓക്കെ. പിന്നെ നമ്മൾ ഗ്ലൂ ആൾ കൊടുത്തു. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഇതും മഷ്റൂം അതും എടുത്തിട്ടുണ്ടൊക്കെ. എന്താണ് ഇതൊന്നും പറയാനും പറ്റുന്നില്ല ഗൈസ്, വല്ലാത്ത അവസ്ഥ. അല്ലെങ്കിലും ഇതന്നെയാണല്ലോ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ആയത് കാരണം ഗൈസ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കുക. അതെല്ലാം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരിക. നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ തന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കുക ഗൈസ്. ഇവിടെ ഞാനാണെങ്കിൽ M500 എടുത്തിട്ട് വെറുതെ സ്കോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം UMP വെച്ച് ഇവിടെ നിന്ന് അടിച്ച് കഴിഞ്ഞൊന്നും സംഭവിക്കില്ല. അല്ല, അത് പറഞ്ഞു വന്നപ്പോഴാണ് ഗൈസ് എൻ്റെ UMPയുടെ M500ൻ്റെ ഒന്നും സ്കിന്ന് ഇവിടെ വിസിബിളല്ല ഗൈസ്. എന്തൊക്കെ ആയിരുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് അതവിടെ സ്റ്റാൻഡേർഡിൽ ഇട്ടാറുണ്ടെന്നാണ്. ഇത് എന്തൊക്കെയായാലും അതവിടെ പോട്ടെ. ഞാനിവിടെ ഒരു നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തവനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടീമേറ്റ്സ് വന്ന് കുമ്മിയതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ സൈഡിലൊക്കെ എനിമീസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്താണ് ഇങ്ങനെ താഴത്തോട്ട് നോക്കി അതിൻ്റെ അവസാനം ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് നൈസായിട്ട് എടുത്ത് അടിയപ്പോഴത്തേനും അപ്പുറത്തെ ആ ഒരു സാധനത്തേക്ക് എടുക്കാനാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഞാൻ ജോയിസ്റ്റിക്ക് നൈസായിട്ട് തിരിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഡാമേജും കിട്ടി. ബട്ട് ലിയോണാണ് ന്യൂ ഇയർ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മോനെ ലിയോൺ വെച്ചിട്ട് ഫുള്ളാക്കിയുള്ളൂ. അപ്പോഴത്തേന് എവിടെന്നോ 360 വെച്ചിട്ട് കിടിലടി. വെറും 7 HP നമ്മൾ രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് ഹീൽ ചെയ്ത് തിരിച്ചു പോയിട്ട് അടിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യം പോലും വന്നില്ല. ടീമേറ്റ്സൊക്കെ ഇതൊക്കെ എനിക്ക് പുല്ലാടാ പുല്ലെന്നും പറഞ്ഞിട്ട് അവന്മാരെ ഒരു കില്ലും കൊണ്ടങ്ങ് പോയി. ഞാനാണെങ്കിൽ ഇവിടെ ഈ ഒരു UMPയും അതുപോലെ തന്നെ ഒരു വരാഫലും എടുത്തു. അതുപോലെ തന്നെ ഞാനിവിടെ ആ ഒരു ഗ്ലൂ ആൾ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ വിഡ്രോ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഈ ഒരു വെസ്റ്റ് ഹെൽമെറ്റ് ആ ഒരു വിധ സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെ അത്യാവശ്യം നല്ലതിലേക്ക് തന്നെ എന്താ പറയുക ഒരു വിശ്വാസം അർപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ബിക്കോസ് ഇതൊക്കെ നൈസല്ലേ ഗൈസ്. അതുകൊണ്ട് തന്നെ കാരണം അത്യാവശ്യം ഡാമേജ് ഡീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഗൈസ് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ലാഗ് ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് ഈ എന്താ പറയുക FFലെ ഏറ്റവും വലിയ കലി. എന്താ ഞാനാ കാണണേ, 3 പേരല്ലേ പണി വരുന്നുണ്ട്. അവറാച്ചാ ഓടിക്കോന്ന് പറഞ്ഞ് ഞാൻ ആ വഴിക്കോടാണ് ഗീസ്. എൻ്റെ പൊന്നെ പിന്നാലെ വിടാണ്ട് വരുന്നുണ്ട് ഗീസ് ഒരുത്തെ.
അവനാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ചാടാന്ന് വിചാരിച്ചപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടിലിരിക്കും. നല്ല ഡാമേജ് കിട്ടി. ഞാൻ പെട്ടെന്ന് ഗ്ലൂ ആൾട്ടാൻ രക്ഷപ്പെട്ടു. അപ്പോഴത്തേനും ഒരുത്തൻ MP40 വെച്ച് വേറെ ലെവലിൽ സാധനം. അപ്പോഴത്തേനും അവൻ ലോങ് റേഞ്ചിൽ നിന്ന് ഒരു ടീമേറ്റ് അടിച്ചു വന്നാണ്. ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. എന്തൊക്കെയായാലും ആ രക്ഷപ്പെടൽ അധികം നേരത്തേക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ ടീമേറ്റ് ബാക്കിൽ നിന്ന് വന്നു എന്നെ നല്ല അടിപിടിച്ച് അവിടെ നോക്കിട്ടു ഗൈസ്. എന്തോ അടേ അപ്പം അവനെ വേറൊരുത്തൻ തീർത്താ ഡേ കില്ലുവെല്ലാം താടേ ബാക്കി എന്തോന്നടേ ഇത്. എല്ലാ കില്ലും ഇവന്മാർ. ഞാൻ ഡാമേജ് കൊടുക്കുന്നു, അന്നടിച്ച് കൊല്ലുന്നു ഇവന്മാർ. ശുഭം. ആൻഡ് കേസ് ഇതെനിക്ക് നല്ല രീതിക്ക് തന്നെ കോയിൻ ബഗ് അടിക്കുന്നുണ്ട്. 0 കോയിൻസ് ആക്കിയല്ലേ നിങ്ങൾക്ക് കാണണേ. എനിക്കിവിടെ 0 കോയിൻസാണ് കാണണേ. അതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് 0 കോയിൻസ് തന്നെയാണ് ആ ഒരു പോർഷൻ എത്തുമ്പോൾ കണ്ടത്. ആൻഡ് എന്താ അറിയത്തില്ല, ഞാനാണെങ്കിൽ ഇവിടെ പാരാഫിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തിനോടാ എനിമി പോലും വന്നിട്ടില്ല. ചില നേരത്ത് ഞാൻ ഇങ്ങനെയാണ് ഗൈസ്, ബോധം പോയ പോലെയാണ്. ആൻഡ് അതൊക്കെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാനിവിടെ നൈസായിട്ട് ഇവിടെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം 2 പേര് എന്താ ബ്രോ മൊടയാണോ എന്നൊക്കെ ചോദിച്ചു. 2 എണ്ണം വരുന്നു. ഒരുത്തന ഒറ്റ സ്പ്രേയിൽ ഹെഡ്ഷോട്ടും കൊടുത്ത് നോക്കാക്കിയിട്ടു. ഇവിടെയാണ് എനിക്ക് ഏറ്റവും വെറുത്തത്. ഇവിടെയാണ് ഒരു നോക്കിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോയതാണ് ഞാൻ. ബട്ട് അത് ഞാൻ തിരിച്ച് വരാൻ നോക്കി ആ ഒരൊറ്റ ടൈമിൽ എൻ്റെ കൈ അറിയാണ്ട് ആ ഒരു ഫയർ ബട്ടനുമ്പോൾ ഞാൻ പിടിച്ച് ഞെക്കിപ്പോയി. എന്താണ് ഞാനിങ്ങനെ, എനിക്കൊന്നും അറിയില്ല ഗൈസ്. ആൻഡ് അങ്ങനെ ആ ഒരു ഹോങ്കോങ്ങും പോയിട്ട് ഞാനും പോയിട്ടുണ്ട് ആകാശത്തോട്ട്. ഈ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ 3-ാം നമ്പർ ചേട്ടൻ നെറ്റടിച്ച് പോയി നിൽക്കുന്ന AFK ആയി മാറി. ആ ഒരു സമയത്താണെങ്കിൽ വേണ്ട നമ്മുടെ ചെക്കന്മാർ ഇറങ്ങി പോയിട്ട് അടി വാങ്ങി. ഇവിടെ ഒരുത്തനാണെങ്കിൽ ഹെഡ്ഷോട്ട് ഏതാടി. നല്ല ഡാമേജ് അവളെ സ്പീഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ എല്ലാം കുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇവനെ UMP വെച്ച് മറ്റൊരുത്തൻ കുമ്മിയത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി ബിക്കോസ് എന്താ പറയാനാ, അവളുടെ അത്രയും കില്ല് കുമ്മിയതല്ലേ. പക്ഷേ ഗൈസ് അവൻ്റെ കില്ല് കംപ്ലീറ്റ് ആയി. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വിഷമം ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇവിടെ ഇവനാണെങ്കിൽ ഇവൻ ബാക്കിൽ നിന്ന് അടിച്ച് കൊന്നിട്ടുണ്ട്. നെറ്റ് പോയവനെങ്കിലും ഫ്രണ്ടിൽ നിന്ന് അടിച്ച് കൊല്ലടാ എന്ന് ചോദിക്കാൻ തോന്നിയ സമയമാണ് ഗൈസ്. ആൻഡ് റൗണ്ട് 5-ലാണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു 0 കോയിൻ തന്നെയാണ് എനിക്ക് കാണിക്കുന്നത്. ഞാൻ മാക്-10ഉം അതുപോലെ തന്നെ ബ്ലൂ വാള് അതുപോലെ തന്നെ വെസ്റ്റ് ഹെൽമെറ്റ് എടുത്തില്ല തോന്നില്ല. എടുത്തു. ഞാൻ എല്ലാ സാധനവും ഡ്രോ ചെയ്തിട്ട് വെസ്റ്റ് ഹെൽമെറ്റ് എടുത്തു. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ വെസ്റ്റ് ഹെൽമെറ്റും ഇല്ലാണ്ട് ഒരു കളിയില്ലെന്ന് പറയണ പോലെയാണ് ഗൈസ്. ആൻഡ് ഇതുവരെ ഞാൻ കയറി പോകാത്ത വഴികളിലൂടെയാണ് ഗൈസ് ഞാനിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും ആ റിഫൈനറിയുടെ കൊടയില്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ എപ്പോഴും കയറി നിൽക്കാറ്. ഇവിടെ നോക്കുന്ന സമയത്ത് 2 എണ്ണം. ഞാൻ ഏതാ പൊട്ടൻ ഗൈസ്. മാക്-10 വെച്ചിട്ട് ലോങ് റേഞ്ച് സ്കോപ്പ് ചെയ്യാണ്ട് എയിം പോലും ലോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കുന്നു. എൻ്റെ റെക്കോർഡ് ഇവനാണെങ്കിൽ ചത്തം തോന്നിയത് തോന്നി. ഇപ്പം നമ്മുടെ അണ്ണൻ നെറ്റ് വന്നു. ആ നെറ്റ് വന്നപ്പോൾ തന്നെ വരെ വെറിയിച്ചത് എൻ്റെ ഒരു കില്ല് കുമ്മിക്കൊണ്ടാണ്. പിന്നെ ഞാനിവിടെ നോക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ നല്ല ഡാമേജും കിട്ടി. ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഹീൽ ചെയ്തപ്പോൾ ഗൈസ് എൻ്റെ ആ കില്ലും പോയി കിട്ടി. ഇവന്മാരൊക്കെ കൂടെ റിവൈവ് ചെയ്ത് വിട്ട് ഗൈസ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ടീമേറ്റ് ഉടുക്കാത്തവനാണെങ്കിൽ ഓരോന്ന് തോന്നി. ഞാൻ മറ്റേ എനിമിയാണ് ഓരോന്ന് വിചാരിച്ചിട്ട് അവനെ നിന്ന് അടിക്കുന്നത്. ഏതാ പൊട്ടാൻ അതല്ല ഗൈസ് കോമഡി. ഇവിടെ നോക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു എനിമി ഉണ്ടല്ലോ എൻ്റെ നോക്ക്, ഇവൻ പൊക്കി വിട്ടത് നമ്മുടെ 3-ാം നമ്പർ കുമ്മി. 3-ാം നമ്പറിൻ്റെ ഞാനും കുമ്മി അങ്ങനെ കളി അവസാനിപ്പിച്ചൊരു കിടിലം പോലത്തെ ബുയി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ റിമോട്ടൊക്കെ ഇട്ട് നിന്നതാണ് നോക്കി വന്നു കഴിഞ്ഞാൽ കളിയിൽ. എന്താ അറിയില്ല, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഗ്രോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ.